ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് എത്രയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ സഭയിൽ നമ്മെ എല്ലാം ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുവിനെ മനനം ചെയ്ത് പഠിച്ച് വളരുന്നതിന്, ഉയരുന്നതിന് ദൈവം തന്ന നല്ല അനുഭവങ്ങളാണ് മോറാനായ പെരുന്നാളുകളും വിശുദ്ധ നോമ്പുകളും. 50 നോമ്പിൻ്റെ പകുതിയിലേക്ക് നാം നടന്ന് അടുക്കുകയാണ്. കുരിശിങ്കിലേക്കുള്ളൊരു പ്രയാണമാണ്. കുരിശിതനായ യേശു ആരാകുന്നു എന്ന് ലോകത്തിന് വെളിവാക്കി കൊടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് പാതി നോമ്പിൻ്റെ ശുശ്രൂഷ. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് നിക്കോദിമോസ് വന്ന് പറയുന്നു, രക്ഷയ്ക്കുള്ള മുഖാന്തരം എന്താണ്? അപ്പോൾ കർത്താവ് പറയുന്നു, നീ ഇസ്രായേൽ ഉപദേഷ്ടാവായിട്ട് ഇതൊന്നും അറിയുന്നില്ലയോ? സംഖ്യാപുസ്തകത്തിൽ എന്ത് പറയുന്നു? സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ വായിക്കുന്നു പ്രകാരമാണ്, മോശയ്ക്കെതിരായി പിറുപിറുത്ത ജനങ്ങളെ അഗ്നിസർപ്പങ്ങൾ കടിച്ച് കൊല്ലുന്നു. അതിനൊരു പരിഹാരം എന്താകുന്നു എന്ന് മോശ ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന പരിഹാര പ്രക്രിയയാണ് പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കുക, ഒരു മരത്തിന്മേൽ, ഒരു കൊടിമരത്തിന്മേൽ കെട്ടിത്തൂക്കുക. സർപ്പത്തെ നോക്കുന്ന എല്ലാവരും ജീവിക്കും. ഇതാകുന്നു മനുഷ്യപുത്രൻ്റെ പ്രവർത്തന മേഖല, ഇതാകുന്നു പ്രവർത്തന ശൈലി. മരിക്കാൻ വേണ്ടി വന്നവൻ എന്ന യേശുവിനെക്കുറിച്ച് ബോൺഹോഫർ എന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ പറയുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. മരിക്കാൻ വേണ്ടി വന്നവൻ. എന്താകുന്നു നിന്റെ രക്ഷയുടെ പ്രമാണം, രീതി എന്ന് നിക്കോദിമോസ് ചോദിക്കുമ്പോൾ മോശ പിത്തള സർപ്പത്തെ ഉയർത്തെ അതേ രീതിയിൽ ഞാനും കെട്ടി തൂക്കപ്പെടാൻ പോവുകയാണ്. ആരൊക്കെ ക്രൂശിതനെ നോക്കുന്നോ അവനിലാണ് രക്ഷ. ഈ രക്ഷയുടെ അനുഭവം ലോകത്തോട് പറയുന്ന ദിവസങ്ങളാണ് പാതി നോമ്പിൻ്റെ ശുശ്രൂഷ. പാതി നോമ്പിൻ്റെ ശുശ്രൂഷ ക്രമത്തിൽ ഇങ്ങനെ പറയുന്നു, പിച്ചള സർപ്പത്താൽ ദൃഷ്ടാന്തീകരിക്കപ്പെട്ട ദൈവമായ മശിഹാ തമ്പുരാനെ, പാപമാകുന്ന മാരക വിഷത്തെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും സാത്താനാകുന്ന സർപ്പത്തെ വിഷപ്പല്ലുകളിൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വീണ്ടുകൊള്ളുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിച്ചള സർപ്പത്തിൽ സൂക്ഷിച്ചു നോക്കിയവർ സൗഖ്യമാക്കപ്പെട്ടതുപോലെ ഞങ്ങൾ നിന്നിലും നിന്റെ സ്ലീബായിലും ദൃഷ്ടി അണയ്ക്കുന്നതിനാലും ഞങ്ങളുടെ നോട്ടം നിന്നിൽ പതിച്ചിരിക്കുന്നതിനാലും ഞങ്ങളുടെ ആശയും ആശ്രയവും എല്ലായ്പ്പോഴും നീ ആകയാലും നീ ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ ജീവൻ്റെ വീണ്ടെടുപ്പുകാരനും ആകുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ഈ രക്ഷണീയമായ പ്രവർത്തനത്തെ സഭ ഓർക്കുകയും കർത്താവിൽ ശരണപ്പെടുകയും, നീ തന്നെ ഞങ്ങൾക്ക് രക്ഷ, നീയാണ് ഞങ്ങൾക്ക് ജീവൻ, നീയാണ് ഞങ്ങൾക്ക് നിത്യജീവൻ എന്ന് തങ്ങളോട് തന്നെയും ലോകത്തോടും സുവിശേഷിക്കുന്ന വലിയ ദിവസമാണ് ഈ ദിവസം. ദ മിസ്റ്ററി ഓഫ് ദ ക്രോസ് എന്ന് പറയാറുണ്ട്, ക്രൂശിൻ്റെ രഹസ്യം. എന്തിന് കർത്താവ് ക്രൂശിക്കപ്പെട്ടു? എന്തിന് ദൈവം ഒരു മനുഷ്യനായി തീർന്നു? ഇതെല്ലാം ഉറക്കെ പറയാൻ ആർക്കും കഴിയുന്നില്ല. ബുദ്ധിക്കപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. വിശ്വാസത്തോടുകൂടെ ആര് അടുത്ത് വന്ന് അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെട്ടു വരും. സാമാന്യ ബുദ്ധിക്ക് അതീതമാണ് ദൈവിക പരിജ്ഞാനം എന്ന് ആര് എപ്പോൾ സമ്മതിക്കുന്നോ അവർക്കാണ് ക്രൂശിൻ്റെ രഹസ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്രൂശിങ്കിലേക്ക് നമ്മളെ വിളിക്കുന്നതും അടുപ്പിക്കുന്നതും ക്രൂശിൻ്റെ അർത്ഥം നമ്മെ ഗ്രഹിപ്പിക്കുന്നതും ഈ മരണം മൂലം ലഭ്യമായ പാപക്ഷമയും നിത്യജീവനും പ്രാപിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും അതുമൂലം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിനും വലിയവനായ ദൈവം ഒരുക്കിയ ഈ രക്ഷണീയമായ സുവിശേഷം അഗണ്യമാക്കി കളയാതെ ഉള്ളിടത്തോളം കാലം ദൈവം തന്ന ആയുസ് അത് പഠിക്കുന്നതിനും വളരുന്നതിനും മുഖാന്തരമായിത്തീരും. സഭ അതിനുവേണ്ടി ജനങ്ങളെ ഒരുക്കുന്ന സമയമാണ് ഈ നോമ്പുകാലം. ഒരു ഉയർപ്പിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി സഭ ഒരുങ്ങുന്ന നാളുകളാണ് ഈ 50 ദിവസങ്ങൾ. പാതി നോമ്പിൻ്റെ ഈ നാളുകളിൽ നോമ്പിൻ്റെ പകുതി ദിവസം നാം പിന്നിടുന്നു. ഇനിയുള്ള 25 ദിവസങ്ങളാണ് ഈ ശ്രേഷ്ഠമായ ഉയർപ്പ് പെരുന്നാളിൻ്റെ ദിവ്യമായ അനുഭൂതി. അത് ഉൾക്കൊള്ളാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പെറുപെറുപ്പ്, പിന്നോക്കം പോകുന്ന അവസ്ഥ എല്ലാം മരണകാരണമാണ്. ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചിട്ട് അതിന് നന്ദി പറയാതെ സ്വച്ഛ അധികാരത്താലും സ്വന്തം ഇഷ്ടത്താലും മുന്നോട്ട് പോകുമ്പോൾ മരണം ഇതുപോലെ നമ്മെ പിടികൂടാം. മോശയുടെ മധ്യസ്ഥം മൂലം ലഭ്യമായ ജീവൻ പോലെ തന്നെ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന പക്ഷപാതം കൊണ്ടാണ് നാം ഇന്നും ജീവിക്കുന്നത്. അത് മനസ്സിലാക്കി കർത്താവിൻ്റെ
ഈ തിരുജനനത്തിൻ്റെ രഹസ്യവും ക്രൂശിൻ്റെ രഹസ്യവും ഉയർപ്പിൻ്റെ സന്തോഷവും ഗ്രഹിക്കുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയും ജാഗരണവും വചന കേൾവിയും വചനധ്യാനവും നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ വളരുവാൻ ഈ വലിയ ദിവസങ്ങൾ നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവകാരുണ്യം കൂടെ ഇരിക്കട്ടെ. ക്രൂശിക്കപ്പെട്ട കർത്താവ് നമ്മോടുകൂടെ. ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ക്രൂശിൻ്റെ രഹസ്യം. ക്രൂശിലൂടെ ലഭ്യമാകുന്ന ധന്യമായ ജീവിതക്രമം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളെ ആരാധന നമ്മെ സഹായിക്കട്ടെ. പാതി നോമ്പിൻ്റെ അർത്ഥം, വ്യാപ്തി, ആഴം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിന് എഴുതപ്പെട്ട ഒരു അനുഗ്രഹീതമായ ഗാനമാണ് നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങൾ 180 പാട്ട്. ജീവനുണ്ടാമേക നോട്ടത്താൽ ക്രൂശിങ്കിൽ ജീവനുണ്ടാമിപ്പോൾ നിനക്ക്, പാപി നോക്കി നീ രക്ഷ പ്രാപിക്കുക ജീവനെ തന്നൊരു യേശുവിൽ, നോക്കി ജീവിക്കാം. ജീവനുണ്ടാമേക നോട്ടത്താൽ ക്രൂശിങ്കിൽ ജീവനുണ്ടാമിപ്പോൾ നിനക്കു, യേശു താൻ നിൻ പാപം വഹിച്ചിട്ടില്ലെങ്കിൽ എന്തിനു പാപവാഹകനായി, തൻ മൃത്യു നിൻ കടം വീട്ടായിൽ എന്തിനു പാപനാശരക്തമൊഴുക്കി, നോക്കി ജീവിക്കാം. ജീവനുണ്ടാമേക നോട്ടത്താൽ ക്രൂശിങ്കിൽ ജീവനുണ്ടാമിപ്പോൾ നിനക്ക്. കുരിശിതനായ കർത്താവിൻ്റെ കാരുണ്യം നാം എല്ലാവരോടും കൂടെ എല്ലാവർക്കും നന്മ നേരുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ.